നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിന്റെ നുണ പൊളിച്ചടക്കി മന്ത്രി പി രാജീവ് രംഗത്ത്. ഔട്ട് ഓഫ് ഫോക്കസ് മുക്കി പ്രമോദ് രാമന്റെ പൂഴിക്കടകൻ. പിന്നാലെ വരുന്നു SFIയും. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് ഈ പറയുന്ന മീഡിയ വണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മൗദൂദി ചാനൽ 24 മണിക്കൂറും തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനം ചാനൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ വേറൊരു വേർഷനാണ് മീഡിയ വൺ. എന്തായാലും ഇവർ 24 മണിക്കൂറും ചെയ്യുന്ന വാർത്തകളിൽ നമുക്ക് ഇവരുടെ അജണ്ട കാണാൻ സാധിക്കും. ഒപ്പം ഇടതുപക്ഷത്തിനെതിരെയുള്ള ഇടത് വിരുദ്ധതയും നമുക്ക് നിഴലിച്ച് കാണാൻ സാധിക്കുന്നതാണ്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ LDF സർക്കാരിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മീഡിയ വൺ ആകാനാണ് സാധ്യത. അത് മനോരമയല്ല എന്നാണ് എന്റെ നിഗമനം. എന്തായാലും നിരവധി തവണ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും പല രീതിയിലുള്ള കുഴലൂത്തുകൾ നടത്തിയുമൊക്കെ മീഡിയ വൺ ആർക്കൊപ്പമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മീഡിയ വൺ UDF-നൊപ്പമാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ഇപ്പോൾ UDF ഉള്ള ബന്ധം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ജമാഅത്ത് ഇസ്ലാമി നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പരസ്യ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ UDF-നൊപ്പമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. VD സതീശനും സംഘവും അതെ ഞങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കൊപ്പമാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതുമുതൽ മീഡിയ വൺ ചാനൽ ഈ UDF നേതാക്കൾക്ക് വേണ്ടി നിരന്തരം കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പെരുന്നുണ ഇവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇവരുടെ മീഡിയ വണ്ണിലെ ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിക്കുന്ന, വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഔട്ട് ഓഫ് ഫോക്കസ്. ആ ഇരുട്ടുമുറിയിലിരുന്ന മൂവർ സംഘം അങ്ങനെ പുതിയൊരു നുണക്കഥ കൂടി പടച്ചുവിട്ടു. അതായത് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പി രാജീവ് മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലത്തിൽ പഴനിയിലെ ഒരു ഫാം ഉണ്ടത്രേ രാജീവിന്, അത് കാണിച്ചില്ല എന്നാണ് പറയുന്നത്. രാജീവ് അത് കേട്ട വഴി തന്നെ മറുപടിയുമായി രംഗത്തേക്ക് വന്നു. പിന്നാലെ തന്നെ അജിംസ് നടത്തിയ ആ പ്രതികരണം മുക്കി പ്രമോദ് രാമന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ. എന്തായിരുന്നു ആ മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിലെ ആ ഒരു ഭാഗം, ആ ഒരു പി രാജീവിനെ പറ്റി പറഞ്ഞ നുണക്കഥ മുക്കാനിടയായ സാഹചര്യം ഒന്ന് പി രാജീവിന്റെ പോസ്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പി രാജീവ് പറയുന്നത് ഇങ്ങനെയാണ്: ഇതുവരെ പഴനിയിൽ പോയിട്ടില്ല, ഇനിയൊന്ന് പോകണം. മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് അവതരിപ്പിക്കുന്നവരെയും കൂടെ കൂട്ടണം. പഴനിയിലെ ഫാം ഹൗസിൽ വെച്ച് വനിതാ പ്രസിദ്ധീകരണത്തിൽ നൽകിയതായി പറയുന്ന അവർ മാത്രം കണ്ട അഭിമുഖത്തിന്റെ കോപ്പി ചോദിച്ചു വാങ്ങണം. ഇതുവരെ ഞാൻ കാണാത്ത പഴനിയിൽ ആരും കാണാത്ത അഭിമുഖത്തിൽ മീഡിയ വണ്ണിലെ ചിലർ മാത്രം കണ്ട ഫാം ഹൗസ് അദ്ദേഹം കാണിച്ചു തരുമ്പോൾ അത് മീഡിയ വണ്ണിന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എത്ര ശാന്തമായാണ് നട്ടാൽ കുരുക്കാത്ത നുണ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത്. മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ഈ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് എന്തെങ്കിലും വിധത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ? ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ്? ഇപ്പോൾ സ്റ്റോറി പിൻവലിച്ചതായി പ്രമോദ് രാമൻ പറയുന്നു. പക്ഷേ നുണ ലോകം ചുറ്റിയ ശേഷം സത്യത്തിന് ചെരിപ്പ് അന്വേഷിച്ചതുകൊണ്ട് എന്ത് കാര്യം? അതിനിടയിൽ ഔട്ട് ഓഫ് ഫോക്കസ് നുണ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട്. അതായത് എത്ര ഗംഭീരമായാണ് ഇവർ നുണ പ്രചരിപ്പിക്കുന്നത് അല്ലെ. ഇല്ലാത്ത ഒരു ഫാം ഹൗസ് ഉണ്ടെന്ന് പറയുക, അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഈ LDF-ലെ മന്ത്രിമാർക്കൊക്കെ ഇത്തരത്തിലുള്ള ചില ഇടപാടുകളുണ്ട്, അതൊക്കെ അവർ മറച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ വരുത്തി തീർക്കുക. PK ഫിറോസിനെ പോലുള്ള ആളുകൾക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടും അനധികൃത സ്വത്ത് സമ്പാദനവും ഒക്കെ ഇങ്ങനെ ആരോപിച്ച് അതൊക്കെ സത്യമാണെന്ന് ഏകദേശം ഒക്കെ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ പ്രമോദ് രാമൻ ഒരു മടിയുമില്ലാതെ പണി പാളിയെന്നറിഞ്ഞപ്പോൾ ഇത് മുക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്തോ നേരിൽ പോയി കണ്ട് ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലെയാണ് ഈ മൗദൂദി ചാനലിലിരുന്ന ഈ ഇരുട്ടുമൂടിയിലിരുന്ന ഇവരുടെയൊക്കെ കുഴലൂത്ത് എന്ന് പറയുന്നത്. എന്തായാലും പ്രമോദ് രാമന് പൊങ്കാല എന്ന് പറയാതെ പോയി. പ്രമോദ് രാമന്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് പ്രമോദ് രാമൻ ഒരു പുതിയൊരു കവർ പിക്ചർ ചിത്രം അയാൾ അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പ്രമോദ് രാമന്റെ ഫേസ്ബുക്ക് പേജിന് അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ടെഡി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രമോദ് രാമനോട് പറയുന്നു, ആരായാലും കുറച്ച് നാണമൊക്കെ വേണം. CPM-നെയും കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷക്കാരെയും തരം പോലെ സംഘികളും സവർണരും ആക്കുന്ന തന്ത്രത്തിന് ഒപ്പം നിൽക്കുക. നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് വ്യക്തിഹത്യ നടത്തുക. എന്നിട്ട് അതിന്റെ തലപ്പത്തിരുന്ന് താൻ സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് തള്ളുക. മടുക്കൂലേ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നു. മറ്റൊരാൾ ചോദിക്കുന്നു, മിസ്റ്റർ പ്രമോദ് രാമൻ, താങ്കൾ കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവിന് പഴനിയിൽ ഫാം ഹൗസ് ഉണ്ടെന്നും അവിടെ ഇരുന്ന് രാജീവ് ഒരു മാഗസിൻ ഇന്റർവ്യൂ നൽകിയെന്നും ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെ ആരോപിക്കുകയുണ്ടായി. എന്നാൽ രാജീവ് ഇന്ന് FB-യിലൂടെ താങ്കളെ വെല്ലുവിളിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഫാം ഹൗസ് തനിക്കുണ്ടെന്ന് തെളിയിച്ചാൽ ആ ഭൂമി
മീഡിയ വൺ എന്ന മൗദൂദി ചാനലിനെ എഴുതി തരാമെന്ന് മന്ത്രി പി രാജീവിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാമോ? താങ്കളും മീഡിയ വൺ ചാനലിൽ ഉള്ളവരും ഒറ്റ തന്തയ്ക്ക് ജനിച്ചവരാണെങ്കിൽ എന്ന് അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റ പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നു. മറ്റൊരാള് പറയുന്നു ഈ മൗനം ഒരു എഡിറ്റർക്കും ഭൂഷണമല്ല എന്ന് പറയുന്നു. പിന്നെ പി രാജീവിന്റെ പോസ്റ്റ് പലരും ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾ ചോദിക്കുന്നു, പ്രമോദ് രാമൻ സ്റ്റോറി പിൻവലിച്ചു മാന്യനാകും, പക്ഷേ ഇത് വാട്സാപ്പിൽ കുടുംബ ഗ്രൂപ്പുകളിലും സമുദായ ഗ്രൂപ്പുകളിലും ഓടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്ന് അറിയാത്ത നിഷ്കളങ്കരൊന്നുമല്ല അദ്ദേഹം എന്ന് പറയുന്നു. അങ്ങനെ നിരവധി നമുക്കിതിൽ പല കമന്റുകളും പ്രതിഷേധങ്ങളും ഒക്കെ കാണാം. മീഡിയ വൺ അങ്ങനെ പെട്ടെന്നൊന്നും നന്നാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെന്തിനാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തി ഇത് ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തും, പല വർഗീയതകളും പറയും. ഇവർക്ക് ഇത് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്. അത് പ്രചരിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഇത്തരത്തിലുള്ള ചില ക്യാപ്സ്യൂളുകളും നുണക്കഥകളും ഒക്കെ പലർക്കുമെതിരെ പടച്ചുവിടും. എന്നിട്ട് ഇതിനെതിരെ ആരെങ്കിലും പ്രതിഷേധവുമായോ അല്ലെങ്കിൽ ഇതിനെതിരെ ആരെങ്കിലും രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ വാർത്ത യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും പിൻവലിക്കും. എല്ലാം പിൻവലിഞ്ഞു എന്നാണ് എല്ലാവരും കരുതുന്നതെങ്കിൽ അല്ല. അതിനുശേഷമാണ് യഥാർത്ഥ കളി ആരംഭിക്കുന്നത്. അതിനുശേഷം ഇവർ വാട്സപ്പ് വഴിയിട്ട് പ്രചരിപ്പിക്കും. എല്ലാം കഴിഞ്ഞ് ഒരു നാണവും മാനവും ഇല്ലാതെ ഇവർ വന്ന് പറയും ഞങ്ങൾ സത്യത്തിനോടൊപ്പമാണ്, ഞങ്ങൾ സത്യം മാത്രം നൽകുന്ന ഒരു ചാനലാണെന്ന്. എന്നാലും ഇത്തിരെങ്കിലുമൊക്കെ നാണം വേണ്ടേ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കൂട്ടങ്ങൾക്കെന്ന് ചോദിച്ചു പോവുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോ SFIയും ഒരു വ്യാജ വാർത്ത പൊളിച്ചടക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. MSFന് എതിരായ SFIയുടെ വംശീയ ആക്രമണം തലയുരാൻ ദേശീയ നേതൃത്വം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു വ്യാജ വാർത്തയാണ്, അത് ഒരു പെരുന്നുണയാണ്. അതിന് മറുപടിയുമായി എന്തായാലും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ് എന്ന രംഗത്ത് വന്നിട്ടുണ്ട്. സഞ്ജീവ് പറയുന്നത് എങ്ങനെയാണ്, വേറെ വല്ല പണിക്കും പോയിക്കൂടെ മീഡിയ വൺ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ തുടർ കള്ളങ്ങൾ വിറ്റ് ജീവിക്കാനും വേണം ഒരു തൊലിക്കെട്ടി. SFI സംസ്ഥാന പ്രസിഡന്റ് നടത്താത്ത ഒരു പ്രസ്താവനയെ വാർത്തയാക്കിയതും പോരാ, അതിനെ എടുത്ത് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മുമ്പിൽ ചോദ്യമായി ഉയർത്തി അവർ അതിൽ നിന്ന് തടിയൂരി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കണമെങ്കിൽ നിസാര തൊലിക്കെട്ടി പോരാ. മൗദൂദി ഫെഡറേഷനെ രക്ഷിക്കാൻ ഇത് പോരല്ലോ സി ദാവൂദ് അണ്ണ. ചന്ദ്രികയ്ക്കില്ലാത്ത സ്നേഹമാണ് മീഡിയ വൺ ചാനലിന്. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി കീഴടക്കിയിരിക്കുന്നു MSFനെ എന്നത്. ആ വിമർശനം ശക്തമായി തുടരും. എന്തായാലും MSFനെതിരെ SFI രംഗത്തിറങ്ങി MSFനെ തുറന്നു കാട്ടിയതാണ് മീഡിയ വണ്ണിനെ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുള്ളത്. മീഡിയ വൺ ഇങ്ങനെ പൊതിഞ്ഞ് കടത്തിയതൊക്കെ ഇടതുപക്ഷം തുറന്നു കാട്ടുമ്പോൾ സ്വാഭാവികമായും മീഡിയ വണ്ണിന് പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല ഈ മീഡിയ വൺ പല ഘട്ടത്തിലും ചെയ്തിട്ടുള്ള ചില തെമ്മാടിത്തരങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ജയിക്കിന്റെ ആ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു കലാശക്കൊട്ട് നടക്കുകയാണ്. DYFIയുടെ ചുടക്കുട്ടന്മാർ അവിടെ കലാശക്കൊട്ടിൽ ഒരു പാട്ട് ആലപിക്കുന്നുണ്ട്. ആ പാട്ട് ആലപിക്കുന്നത് മീഡിയ വൺ പകർത്തി ശേഷം ആ തലക്കെട്ട് കാവി കളറാക്കി അത് ഗണഗീതമാക്കി മാറ്റി അവർ അത് ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്ത അത് നമ്മൾ കണ്ടതാണ്. അത്രയ്ക്ക് നീചമായ നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു ചാനലാണ് നമ്മുടെ കേരളത്തിലെ ഒരു വിഷ ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം. ജനം അതുപോലെ തന്നെ മീഡിയ വൺ ഇത്തരം ചാനലുകളൊക്കെ പ്രചരിപ്പിക്കുന്ന പല നുണക്കഥകളും വർഗീയതയും ഒക്കെ തീർച്ചയായും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നാട്ടിൽ ഇവരൊക്കെ എന്താണ് വിതയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കെല്ലാവർക്കും വേണം. ജമാഅത്ത് ഇസ്ലാമി നേതാവ് സി ദാവൂദ് ഒക്കെ മാധ്യമ പ്രവർത്തകന്റെ കുപ്പായം അണിഞ്ഞ് മീഡിയ വണ്ണിലിരുന്ന് കച്ചവടം നടത്തുമ്പോൾ പിടിയിലാകുമ്പോൾ സ്വാഭാവികമായും ഇവർ പറയുന്ന ഇരവാദം എന്താണ്? അതായത് മാധ്യമ പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വാമൂടിക്കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുന്നു. സർക്കാർ ഞങ്ങൾ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ലേബലിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും മീഡിയ വണ്ണും സി ദാവൂദും പ്രമോദ് രാമനും എല്ലാവരും കൂടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലിന് ഗംഭീരമായിട്ടുള്ള പല മറുപടികളും ചാനലിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വരികയാണ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ കൂട്ടിക്കെട്ടി പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന് നന്നായി അറിയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.